കാസർഗോഡ് കുണ്ടംകുഴിയിൽ അധ്യാപകൻ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപടം തകർന്ന സംഭവത്തിൽ ഹെഡ്മാസ്റ്റർ കുറ്റം സമ്മതിച്ചെന്ന് PTA പ്രസിഡന്റ് മാധവനാണ് ഇക്കാര്യം അറിയിച്ചത്. ചികിത്സയ്ക്കായി താൻ പണം വാഗ്ദാനം ചെയ്തെന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞെന്നും PTA പ്രസിഡന്റ് പറഞ്ഞു. പല പ്രാവശ്യം HM നിർദ്ദേശം കൊടുക്കുമ്പോഴും കുട്ടി ശ്രദ്ധിക്കാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുട്ടിയെ മാഷ് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് മാഷ് കയ്യിൽ മൈക്കുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ വീശി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള ധാരണ PTA കമ്മിറ്റിക്കില്ല. മാഷ ഭാഗത്തൊരു പെശക് പറ്റിയെന്നുള്ള ധാരണ PTA കമ്മിറ്റിക്കുണ്ട്. കുട്ടിക്ക് സാമ്പത്തികമായി വളരെ പ്രയാസം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ നിലയിൽ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാമെന്ന രൂപത്തിൽ പറഞ്ഞതാണ്. സംഭവത്തിൽ മൊഴിയെടുക്കാൻ ഹെഡ്മാസ്റ്റർ M. അശോകനോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകി. ഹെഡ്മാസ്റ്റർ ഇന്ന് സ്കൂളിലെത്തിയില്ല. അതേസമയം സ്കൂളിലെത്തി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തും. അരുൺ പാർക്കിൽ ചേർന്നു. അരുൺ, ഒരു കൈയിൽ മയക്ക് പിടിച്ചുകൊണ്ട് മറ്റേ കൈയിൽ വെറുതെ ഒന്ന് വീശിയപ്പോഴേക്കും ഒരു വിദ്യാർത്ഥിയുടെ ചെവിക്ക് കൊണ്ട് ആ കുട്ടിയുടെ കർണപടം പൊട്ടണമെങ്കിൽ ഈ അധ്യാപകൻ വല്ല ഗുസ്തി മാഷ് വല്ലതാണോ അരുൺ? ഹാഷ്മി, നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കളമൊരുങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ PTA പ്രസിഡന്റ് PTയുടെ വിശദീകരണം നൽകിയത്. വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്, നേരത്തെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇക്കാര്യം അതായത് PTA ഭാരവാഹികളൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ അധ്യാപകന് പിശക് പറ്റിയതാണ്, ലക്ഷ്യം തെറ്റിയതാണ് എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ PTA ഭാരവാഹികൾ ഉള്ളത്. എങ്ങനെയാണ് ലക്ഷ്യം തെറ്റി കുട്ടിയുടെ കർണപടം അടിച്ചു തകരുന്നത് എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ലക്ഷ്യം തെറ്റിയതാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ചികിത്സാ സഹായമാണ് വാഗ്ദാനം ചെയ്തത്. അല്ലാതെ ഈ കേസ് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി പണം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നാണ് PTA പ്രസിഡന്റ് പറയുന്നത്. 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു, 1 ലക്ഷം രൂപ ചികിത്സയ്ക്കായാണ് നൽകിയതെന്ന് അവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കളമൊരുങ്ങുന്നു. അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ്, BJP തുടങ്ങിയ സംഘടനകൾ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ഇപ്പോൾ BJPയുടെ മാർച്ച് അവസാനിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അദ്ദേഹം സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പരീക്ഷ നടക്കുകയാണ്. ആ പരീക്ഷ 12:30-ക്ക് അവസാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക. HM ഇന്ന് സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. M. അശോകനോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിച്ചേരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശം. എന്തായാലും കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. അധ്യാപകനെതിരെ ഇനി എന്തായിരിക്കും അധ്യാപകനെതിരെയുള്ള നടപടി? സസ്പെൻഷനിലേക്ക് നീങ്ങുമോ കാര്യങ്ങളെന്നാണ് ഉറ്റുനോക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. ഹാഷ്മി. ഓക്കെ, അരുൺ പാർക്കിലാണ് കാസർഗോഡ് എന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെ വെറുതെ കൈ വീശി കുട്ടിയെ മുന്നിലേക്ക് വിളിച്ച് വെറുതെ ഒന്ന് കൈ വീശിയപ്പോഴേ കുട്ടിയുടെ ചെവിക്കല്ലിൽ കൊണ്ട് ആ കുട്ടിയുടെ കർണപടം പൊട്ടി എന്നൊക്കെയാണ് അധ്യാപകൻ പറയുന്നത്. വേണമെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞു. അടിച്ച് ചെവിക്കല്ലിൽ പൊട്ടിച്ചിട്ട് ചികിത്സിക്കാൻ പൈസ തരാം എന്ന് പറഞ്ഞാൽ പറ്റുമോ?